ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ്, മിൽക്ക് പുഡിംഗ്. വെൽക്കം ടു ദ വീഡിയോ. പാൽ പുഡിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം. നമ്മളിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന പാൽ പുഡിംഗ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പാൽ പുഡിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് 500 ml പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പാൽപ്പൊടി കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സായി വരണം. പാൽപ്പൊടി കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ പാല് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പാല് ഒന്ന് തിളച്ച് നന്നായിട്ട് ഒന്ന് കുറുകി കിട്ടണം. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ പാൽപ്പാട പിടിക്കും. തീ മീഡിയം ഫ്ലെയിമിലിട്ട് പാല് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് പാൽ പുഡിംഗ്. പാല് തിളച്ച് നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലിട്ട് പാല് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. പാല് ഇതുപോലെ വറ്റിച്ചെടുത്ത് പാൽ പുഡിംഗ് ഉണ്ടാക്കുമ്പോഴാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ പുഡിംഗ് തയ്യാറാക്കാൻ പറ്റുന്നത്. പാല് 10 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ കുതിർക്കാനായി മാറ്റി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കാം. ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കേണ്ടതുണ്ട്. ചൈന ഗ്രാസ് ഉരുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി പാൽ മിക്സിലേക്ക് ഒഴിക്കരുത്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ പാൽ മിക്സിലേക്ക് ഒഴിക്കാവൂ. ചൂടോടുകൂടി ഒഴിച്ചാൽ പാല് പിരിഞ്ഞു പോകും. ചൈന ഗ്രാസ് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാൽ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ചെറു ചൂടോടുകൂടി പാൽ പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിൽ നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് തണുപ്പിക്കാനായി റൂം ടെമ്പറേച്ചറിൽ വയ്ക്കാം. ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പിസ്തയും ബദാമും നീളത്തിൽ കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായി വയ്ക്കാവൂ. റൂം ടെമ്പറേച്ചറിൽ തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് ഫ്രീസറിൽ തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം പുഡിങ് പുറത്തെടുത്തിട്ടുണ്ട്. പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.